ഹലോ, ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ മലബാർ കല്യാണപ്പുരയിലൊക്കെ പോയാൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നൊരു ഡ്രിങ്ക് അല്ലേ, അതിൻ്റെയൊക്കെ ആ ടേസ്റ്റിലുള്ളൊരു അടിപൊളി കസ്റ്റർഡ് ഷർബത്താണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസി ഇതുപോലെ കിട്ടണം കേട്ടോ. ഇനി ഞാൻ ഒരു 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് തുടരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അടിക്കൊന്നും പിടിക്കാണ്ട് നിൽക്കാൻ നോക്കണം. അപ്പോൾ ഇത് ചൂടായിട്ട് വരുമ്പോൾ ചെറുതായിട്ട് തിക്കായിട്ട് വരും. അപ്പം തിക്കായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാവാൻ കാത്തു നിൽക്കണ്ട. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൂളായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയതും ഉണ്ട് കയ്യിൽ, അതും ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രേ വേണ്ടുള്ളൂ. വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇടണ്ട, പിന്നെ ഫ്രൂട്ട്സ് സലാഡായി പോകും അത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കസ്റ്റർഡ് ഷർബത്ത് റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അവസാനമായിട്ട് ഭംഗിക്ക് കുറച്ച് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.